കൊല്ലത്ത് കുടിവെള്ളം ശേഖരിക്കാൻ പോകുന്നതിനിടയിൽ വള്ളം മറിഞ്ഞു മരിച്ച പുത്തൻതുരുത്ത് സ്വദേശി സന്ധ്യ സെബാസ്റ്റ്യന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് 11 മണിക്ക് മുക്കോട് ക്രിസ്ത്യൻ ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതേസമയം 9 ദിവസം കഴിഞ്ഞിട്ടും കുടിവെള്ളം എത്താത്ത സാഹചര്യത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലുമാണ്. ശാസ്താംകോട്ടയിൽ നിന്നുള്ള പ്രധാന കുടിവെള്ള പൈപ്പ് ലൈൻ തകരാറിലായതോടെയാണ് കൊല്ലം നഗരത്തിൽ ഉൾപ്പെടെ തുരുത്ത് നിവാസികൾക്ക് കുടിവെള്ളം മുടങ്ങിയത്. വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ചേരുന്നു. ദിലീപ് ദേവസ്യ, ഗുഡ് മോർണിംഗ് ദിലീപ്. ഇന്നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. പക്ഷേ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഇപ്പോഴും ഈ തുരുത്തിലൊന്നും വെള്ളം എത്തിയിട്ടില്ലേ? വലിയ ബുദ്ധിമുട്ടിലാണോ 9 ദിവസം കഴിഞ്ഞിട്ടും ഇവിടുത്തെ മനുഷ്യർ? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഈ 9 ദിവസമായി കുടിവെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാതിരിക്കുന്നത് 9 ദിവസമായി. ഏകദേശം 9 വർഷത്തിലധികമായി ഇവരുടെ ഈ കുടിവെള്ള പ്രശ്നത്തിന് നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ കോർപ്പറേഷനെ സമീപിച്ചിട്ട് ഏകദേശം 9 വർഷത്തിൽ അധികമായി. ഈ 9 ദിവസമൊന്നുമല്ല. ഇവർക്ക് വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കഴിഞ്ഞ ഈ 9 ദിവസങ്ങൾക്കുള്ളിൽ ഇവർക്ക് ലഭിക്കുന്ന വെള്ളം ഈ 600 വീടുകൾക്ക് മാത്രം ലഭിക്കുന്നത് 15,000 ലിറ്റർ വെള്ളമാണ്. കോർപ്പറേഷൻ ഈ 600 വീടുകൾക്ക് കൊടുക്കുന്നത് 15,000 ലിറ്റർ വെള്ളം. നമുക്കറിയാം, നമ്മളൊരു വീട്ടിൽ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു. ഇവരുടെ വീടിന് ചുറ്റിലും എല്ലാം തന്നെ വെള്ളമുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം ദാഹമകറ്റാൻ ഉണ്ടാകില്ല. അതാണ് ഇവരുടെ അവസ്ഥ. ഇങ്ങനെ ദാഹമകറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ദാഹിച്ച് മരിക്കുന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഇവർ വെള്ളമെടുക്കാൻ വേണ്ടി മറ്റൊരു കടവിലേക്ക് തോണിയിൽ പോയി വെള്ളം ശേഖരിച്ച് വരുന്നതിനിടയിലാണ് സന്ധ്യ ഇന്നലെ വള്ളം മറിഞ്ഞ് മരിച്ചത്. സന്ധ്യയോടൊപ്പം സന്ധ്യയുടെ മകൻ എബിയും ഉണ്ടായിരുന്നു. എബിക്ക് വള്ളത്തിൽ പിടുത്തം കിട്ടി. അങ്ങനെയാണ് എബി രക്ഷപ്പെട്ടത്. സന്ധ്യയെ ഉടൻ തന്നെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ഈ സന്ധ്യയുടെ മൃതദേഹം മുക്കാട് തിരുകുടുംബം പള്ളിയിൽ രാവിലെ 11 മണിക്കാണ് സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു പ്രതിഷേധം, അതായത് ഒരു ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഷേധം ഇന്ന് തുരുത്ത് നിവാസികൾ ഈ പ്രദേശത്ത് ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, UDFിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥലത്ത് ഈ വെള്ളത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം കൂടിയുണ്ട്. കഴിഞ്ഞ ഈ 9 ദിവസമായി ഈ വെള്ളം ശാസ്താംകോട്ട ഭാഗത്ത് നിന്ന് വരുന്ന പൈപ്പ് ലൈൻ തകരാറിലായതാണ് ഇപ്പോൾ ഈ കുടിവെള്ളത്തിന് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്. പൈപ്പ് ലൈൻ നന്നാക്കുന്നത് വാട്ടർ അതോറിറ്റി സൂപ്രണ്ട് എഞ്ചിനീയർ ഇന്നലെ നമ്മളോട് പറഞ്ഞത് 2 ദിവസത്തിനകം തന്നെ ഈ വെള്ളം പൈപ്പ് നന്നാക്കി വെള്ളം എത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതൊരു പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ വൈകുന്നേരം ലൈവത്തോൺ നടത്തിയപ്പോൾ ഓരോ വീട്ടിലെയും കഷ്ടപ്പാടുകൾ നമ്മൾ കണ്ടതാണ്. വെള്ളമില്ലാതെ വെള്ളം തോണിയിൽ കൊണ്ടുപോകുക അപകടകരമായിട്ടാണ്. എല്ലാവരും തന്നെ വെള്ളം കൊണ്ട് അത്രയും വെള്ളമാണ് ഈ വള്ളത്തിൽ, കൊച്ചു വെള്ളത്തിൽ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ച്, കൊച്ചു പാത്രങ്ങൾ പോലും വീട്ടിൽ കിട്ടുന്ന അവസാനം ബാലൻസ് ഇരിക്കുന്ന പാത്രത്തിൽ പോലും വെള്ളം ശേഖരിച്ച് വെക്കുന്ന അവസ്ഥയാണ് ഓരോ വീട്ടിലുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഡോക്ടർ അരുൺകുമാർ. പുത്തൻതുരുത്ത് മേഖലയിലുള്ള ആളുകളുടെ കുടിവെള്ളം കിട്ടാത്തതിൻ്റെ വിഷമം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നോക്കൂ, 600 വീടുകൾക്ക് 15,000 ലിറ്റർ വെള്ളം മാത്രമെന്ന് പറയുമ്പോൾ അവിടെ എത്ര മനുഷ്യർ കഴിയുന്നുണ്ട്? അവർക്ക് എത്രമാത്രം വെള്ളമാണ് കിട്ടുക? 2-3 ലിറ്റർ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യർ ഒരു ദിവസം കഴിയാൻ കഴിയുമോ? ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപകടകരമാണ് ആ സാഹചര്യം. തീർച്ചയായിട്ടും പുത്തൻതുരുത്തിൽ എത്രയും പെട്ടെന്ന് വെള്ളം എത്തിക്കുക. സന്ധ്യയുടെ മരണം സിസ്റ്റത്തിൻ്റെ ഒരു അനാസ്ഥയിൽ നിന്നുണ്ടായതാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും പ്രതിഷേധമുണ്ട് നാട്ടുകാർക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിലീപ്, ഏതെങ്കിലും തരത്തിൽ അവരിന്നിപ്പോൾ പ്രത്യക്ഷത്തിൽ പ്രതിഷേധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ടോ? പ്രത്യേകിച്ച് സന്ധ്യയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ? ഡോക്ടർ അരുൺകുമാർ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വെള്ളം കിട്ടാത്ത പ്രശ്നം തുടങ്ങിയിട്ട് ഏകദേശം 9 വർഷത്തിൽ അധികമായി. പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് ഇത് ആദ്യമാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു അറിയാതെ നിൽക്കുന്നതാണ് ഈ തുരുത്ത് നിവാസികൾ എല്ലാവരും തന്നെ. കാരണം എല്ലാവരും തന്നെ മത്സ്യത്തൊഴിലാളികളാണ്. ഇന്നലെ ഈ സന്ധ്യ അടക്കം ഈ വെള്ളത്തിൽ വല വിരിച്ചതിന് ശേഷം സന്ധ്യയും മകനും ഉപജീവനം ഈ മീൻ പിടിക്കുന്നതാണ്. മകനും സന്ധ്യയും കൂടെ വല വിരിച്ചതിന് ശേഷം കുടിവെള്ളം എടുത്ത് മടങ്ങി വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപ്പോൾ ഇന്നലെ നാട്ടുകാരടക്കം പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കണം എന്ന് അറിയില്ല. കാരണം ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കണ്ടു. നമുക്കിന്നലെ ബൈറ്റ് തരുന്ന ആളുകളൊക്കെ തന്നെ പറയും, ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കണ്ടറിയണ്ടേ, അധികൃതരെല്ലാവരും തന്നെ കണ്ടറിയണ്ടേ, പിന്നെ ഞങ്ങൾ എന്ത് പ്രതിഷേധിക്കാനാണ്. ഇന്നലെ RSPയുടെ നേതൃത്വത്തിൽ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടന്നു. പക്ഷേ ഇന്ന് UDFിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നാണ് UDF അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ഈ തുരുത്ത് നിവാസികളെല്ലാം തന്നെ
ഉൾപ്പെട്ടായിരിക്കും പ്രതിഷേധം നടത്തുക എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ പ്രദേശത്തെ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു കൗൺസിലറാണ് ഈ വീട്ടിലേക്ക്, ദീപുവിൻ്റെ പേര് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഓരോ വീട്ടിൽ ചെന്നപ്പം കൗൺസിലർ ദീപു വീട്ടിൽ വെള്ളം എത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയും. നമുക്ക് ആ ദീപുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിൽ എന്തായാലും നമുക്ക് ആ വിഷയത്തിൽ നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കണം. തീർച്ചയായിട്ടും ആ പ്രതിഷേധത്തിന് ഒരു കഴമ്പുണ്ട് എന്ന് തന്നെയാണ് നമ്മളും കണ്ടെത്തുന്നത്. താങ്ക് യു ദിലീപ്. ഓരോ വീട്ടിലും പോയി ദിലീപ് അടക്കമുള്ളവരാണ് ഇന്നലെ സംസാരിച്ച് അവിടുത്തെ പ്രശ്നം, പുത്തൻതുരുത്ത് നിവാസികളുടെ യഥാർത്ഥ വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ദിലീപ് ഇത് തുടരുക, പ്രതികരണങ്ങൾ എടുക്കുക. താങ്ക് യു ദിലീപ്.